അസ്സലാമലൈക്കും. അറേബ്യൻ ചിക്കൻ മജ്ബൂസ് അത് അവരുടേതായ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. യൂട്യൂബിൽ പല വിധത്തിലുള്ള മജ്ബൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ഞാൻ കഴിച്ചതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയത് അത് ഉണ്ടാക്കിയവരോട് ചോദിച്ചറിഞ്ഞ റെസിപ്പിയാണത്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് 1 കിലോ ബസ്മതി റൈസ് ഗോൾഡൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിലേക്കുള്ള ചിക്കനും തന്നെ നന്നായി വൃത്തിയാക്കി വെള്ളം വാരാനായി മാറ്റി വെക്കണം. മജ്ബൂസ് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക, 1/4 കപ്പ് ഓയിലും. ഇത് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്കായിട്ട് 5 ഏലക്കായ, 1 കഷ്ണം പട്ട, 5 ഗ്രാമ്പു, 2 ബേ ലീഫ്. പട്ട വലുതാണെങ്കിലാണ് കേട്ടോ, ഒരെണ്ണം ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതൊന്ന് ഒന്നൊന്ന് പൊട്ടുമല്ലോ, ഇതിൽ ഏലക്കായ ഒന്ന് വെറുത്ത് വരും. അപ്പോൾ ഈ സമയം ഇതിലേക്കായിട്ട് 2 സവാള കഷ്ണങ്ങളാക്കിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. നീളത്തിലല്ല കേട്ടോ, ചതുരത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വഴറ്റി ഇതൊരു ബ്രൗൺ നിറത്തിലേക്ക് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ കാണുന്ന നിറം വരെ വഴറ്റണം. ഇതിന് ശേഷം ഇതിലേക്കായിട്ട് 2 തക്കാളി വളരെ ചെറുതായിട്ട് അരിയണം, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് തക്കാളി ചേർത്തത് റൈസിൽ ഉണ്ടാവാനേ പാടില്ല, അത്രമാത്രം ഇത് തക്കാളി ഇതിൽ അലിഞ്ഞു ചേരണം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായി തന്നെ വഴറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു നന്നായി കുഴഞ്ഞ് നല്ല കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് അറബിക് മസാലപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇത് ഈ മസാലപ്പൊടി മറ്റേ മസാലയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൽ വഴറ്റി കൊടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് വഴറ്റി കൊടുക്കേണ്ടത്. തീ നന്നായി ഒന്ന് കുറച്ചു കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അടി പിടിക്കുന്നില്ല. എന്നാലും അടിയിൽ പിടിക്കുമെന്ന് തോന്നിയാൽ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ രുചി മാറും എന്നുള്ളത് കൊണ്ടാണ് വെള്ളം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്കായിട്ട് ഒരു പൊട്ടാറ്റോ ചെറുത്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും ഒരു 4-5 കഷ്ണം ചേർത്തിട്ട് വഴറ്റുക. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന മജ്ബൂസിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് വിദേശത്തു നിന്നാണെങ്കിൽ ഇതൊക്കെ ഇതിലുണ്ട് താനും. ക്യാരറ്റും കിഴങ്ങും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ വലിയ പീസായിട്ടാണ് സാധാരണഗതിയിൽ മജ്ബൂസിൽ ഉണ്ടാവാറുള്ളത്. അങ്ങനെ വലിയ പീസായിട്ട് തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ എന്നുള്ളതാണ് കണക്ക്. പക്ഷേങ്കിൽ ഇത് ചിക്കൻ 1 കിലോയിലേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ഈ റൈസിന് വേണ്ടത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഞങ്ങളുടെ നാട്ടിൽ അത് കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് തൊലി ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ടുള്ളത്. നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്കായിട്ട് 2 ലിറ്റർ നന്നായി തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും ചിക്കനും സമാസമായിട്ട് നിൽക്കണം. ചിക്കൻ്റെ മുകളിലും വെള്ളം നിൽക്കാൻ പറ്റില്ല, ചിക്കൻ്റെ ഒരുപാട് താഴെയായിട്ടും വെള്ളം നിൽക്കാൻ പാടില്ല. ഏകദേശം ഒപ്പത്തിനൊപ്പം എന്ന് പറയാലോ, അങ്ങനെ വെള്ളം നിൽക്കണം. പിന്നെ ഇതിലേക്കായിട്ട് 2-3 ഡ്രൈഡ് ലെമൺ ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായതോട്ടാണ് 4 ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, അത് പിന്നെ 3-4 വേണമെങ്കിലും ആവാം. ഒരു പിടി മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 30 മിനിറ്റാണ് വേവിക്കേണ്ടത്. സാധാരണ ഈ റൈസിലേക്ക് എടുക്കുന്ന ചിക്കന് 1 കിലോന് 1,200 ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതാണ് കണക്ക്. പക്ഷേ ചിക്കൻ
ചിക്കൻ മൂത്ത് പോയതാണെങ്കിൽ ഇത് കുറച്ച് മൂപ്പേറിയ ചിക്കനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ചിക്കൻ്റെ വേവ് ശരിയായി കിട്ടണ്ടേ? അതിന് അതിൻ്റെതായ സമയത്ത് കൂടുതലായിട്ട് സമയം എടുത്ത് തന്നെ വേവിക്കണം. മൂപ്പ് കുറഞ്ഞ ചിക്കനാണെങ്കിൽ 30 മിനിറ്റ് വേവിക്കുക. നന്നായി വെന്ത് ഇതിലെ ചിക്കൻ്റെ കണക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈസിൽ നിന്ന് ചിക്കൻ എടുത്ത് ഒന്ന് കുടഞ്ഞാൽ ഇതുമെന്ന് ആ ഇറച്ചി താഴെ വീഴണം. അത്ര മാത്രം വേവായിരിക്കണം. അതാണ് ചിക്കൻ്റെ കണക്ക്. അപ്പോൾ ചിക്കൻ മൂത്തതാണെങ്കിൽ കൂടുതൽ സമയം എടുത്ത് വേവിക്കുക. ശരാശരി ടൈം 30 മിനിറ്റ്. 30 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതിലെ ചിക്കൻ എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് 30 മിനിറ്റാണ് വേവിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പിന്നീട് വരുന്ന 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഈ റൈസിലേക്ക് അല്പം നാരങ്ങനീര് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നാരങ്ങനീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുന്നതിന് മുമ്പായിട്ട് മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ച് ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇതിലെ ആവി പുറത്ത് പോവാത്ത രീതിയിൽ അങ്ങനെ മുകളിലൊരു വെയിറ്റും വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടതാണ്, അരി വേവിക്കാനായിട്ട് ചെമ്പിലേക്ക് ഇടുമ്പോൾ അരിയിലെ വെള്ളം പൂർണ്ണമായും വറ്റിയിരിക്കണം കേട്ടോ. നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച ചിക്കനിൽ ഒന്നുകൂടെ മസാല തേച്ച് പിടിപ്പിക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു നാരങ്ങയുടെ മുഴുവൻ നീര്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലും വേണമെങ്കിലും ഒഴിക്കാം. 1.5 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴമ്പ് രൂപത്തിലാക്കും. ഇത് ഈ ചിക്കനിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഒരു ഓവനിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ വെച്ച് നമുക്കൊന്നൊരു 5 മിനിറ്റ് 160 ഡിഗ്രിയിലൊന്ന് ചൂടാക്കി എടുക്കാം. അതില്ല എങ്കിൽ ചട്ടിയിൽ ചൂടാക്കിയാലും മതി. പുറം ഭാഗം ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഇത്. സാധാരണഗതിയിൽ നമ്മളവിടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനൊന്നും ഇങ്ങനെ ചെയ്യണില്ല. ചെമ്പിൽ ആ പുഴുങ്ങിയ രൂപത്തിൽ തന്നെയാണ്. അതിനും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ക്ലിയറായി. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് 30 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറന്നു നോക്കുന്നത്. റൈസൊക്കെ നന്നായി വേവായിട്ടുണ്ട്. ഒന്നും തൊടാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള റൈസ് തന്നെയാണ്. പക്ഷേ ഇത് വിളമ്പുമ്പോൾ കുത്തി ഇളക്കി വിളമ്പരുത്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തൊടുത്ത് വിളമ്പുക എന്ന് പറയല്ലോ, അങ്ങനെ മെല്ലെ വേണം വിളമ്പിയെടുക്കാൻ. സാവധാനം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മജ്ബൂസ് ആയാലും എന്ത് റൈസ് ആയാലും പല വിധത്തിൽ അതുണ്ടാവും കേട്ടോ. ഞാൻ അനുഭവിച്ചറിഞ്ഞ് 2 വിധത്തിലാണ്. അതിലൊരെണ്ണമാണ് ഇത് അറേബ്യൻ മജ്ബൂസാണ്. മറ്റൊന്ന് ഞങ്ങളുടെ നാട്ടിൽ പട്ടിക്കാട് നിന്ന് വാങ്ങുന്ന ഒരു റൈസ് ഉണ്ട് മജ്ബൂസിൻ്റെ. വല്ലാത്തൊരു ടേസ്റ്റാണ് അതിന്. പക്ഷെ അതിൽ ക്യാരറ്റും ഇല്ല, പൊട്ടാറ്റോ അതൊന്നും ഇല്ല. ഇത്രയും കളറും ഉണ്ടാവില്ല റൈസിന്. പക്ഷേങ്കിൽ ആ റൈസിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.